ഒരു കിലോമീറ്റർ വെറും 1 രൂപയ്ക്ക് സഞ്ചരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു സ്വപ്നം മാത്രമല്ല, അതിന്നിപ്പോൾ ഒരു റിയൽ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് പെട്രോൾ വേഴ്സസ് ഹൈബ്രിഡ് വേഴ്സസ് EV ഒന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ബേസിക്കലി നമുക്ക് ടാറ്റ കർവ് വേഴ്സസ് ടാറ്റ കർവ് EV വേഴ്സസ് ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈബ്രിഡ് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ കാര്യം, ടാറ്റ കർവ് പെട്രോളിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12 മുതൽ 13 ലക്ഷം രൂപയാണ്. ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14 മുതൽ 15 ലക്ഷം രൂപയാണ്. അതുപോലെ ടാറ്റ കർവ് EV ഏകദേശം 18 മുതൽ 20 ലക്ഷം രൂപയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ EVക്ക് അപ്ഫ്രണ്ട് കോസ്റ്റ് കൂടുതലാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ ഒന്ന് വെയിറ്റ് ആക്കുക, പെർ കിലോമീറ്റർ റണ്ണിംഗ് കോസ്റ്റ് എത്രയാണ്? ഞാൻ ഉദ്ദേശിച്ചത് ഫ്യൂവൽ കോസ്റ്റ്, മെയിൻ്റെനൻസ് കോസ്റ്റ് പോലത്തെ റെക്കറിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ടാറ്റ കർവിന് പെർ കിലോമീറ്റർ 8 രൂപ, ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിന് ഏകദേശം പെർ കിലോമീറ്റർ 4.5 രൂപ, അതുപോലെ ടാറ്റ കർവ് EVക്ക് പെർ കിലോമീറ്റർ 1.05 രൂപ. അതെ, ഇവിടെ 1 രൂപ. ഇവിടെ നമുക്ക് ഇനി 3ലെ മൈലേജ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടാറ്റ കർവിന് പെർ ലിറ്റർ ഒരു 12 മുതൽ 13 കിലോമീറ്റർ വരെ കിട്ടും. ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിനാണെങ്കിൽ പെർ ലിറ്റർ ഏകദേശം 22 കിലോമീറ്റർ കിട്ടും. ഇനിയിപ്പോൾ ഇലക്ട്രിക് കാർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ഇനി പെർ ഡേ 30 കിലോമീറ്റർ എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു 5 വർഷത്തെ കോസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ പെട്രോൾ കാർ ആണെങ്കിൽ ഏകദേശം 4,38,000 രൂപയാവും. ഹൈബ്രിഡ് കാർ ആണെങ്കിൽ 2,45,000 രൂപ. ഇനി EV ആണെങ്കിൽ ഏകദേശം ഒരു 57,000 രൂപ മാത്രമേ ഇവിടെ ആവുള്ളൂ. ഇവിടെ നമ്മൾ 3 കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്ഫ്രണ്ട് കോസ്റ്റ് കൂടുതൽ EVക്കാണ്. പക്ഷെ നമ്മളിവിടെ പെട്രോൾ കാർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ലക്ഷങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ പെട്രോൾ അല്ലെങ്കിൽ ഹൈബ്രിഡിനേക്കാളും EV സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് EV എന്ന് കമൻറ്റ് ചെയ്യാം.